ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു പ്രഥമനാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ഞാൻ 1 കിലോ പഴുത്ത മാങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി മിക്സിയിൽ വെച്ച് ഇതുപോലെ ജ്യൂസാക്കി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഉണ്ട ശർക്കര, അതിനുശേഷം ഉണക്കമുന്തിരി, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉണക്കത്തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് 1/2 കപ്പ്. ആവശ്യത്തിനുള്ള നെയ്യും എടുക്കുക. ഇനി ഈ കാഷ്യൂ നട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും ഇത് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അതിനുവേണ്ടി സ്റ്റൗവിൽ ഒരു പാത്രം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നെയ്യെല്ലാം ഉരിയതിന് ശേഷം ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പോളം തേങ്ങ ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നേരിയ ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നേരിയ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ നട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കാഷ്യൂ നട്ടിന് ഒരു നേരിയ നിറവ്യത്യാസം വരുമ്പം ഇതിനകത്തേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ കാഷ്യൂ നട്ടും അതുപോലെ ഉണക്കത്തേങ്ങയും ഉണക്കമുന്തിരി എല്ലാം നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി മാറ്റി വെച്ചതിന് ശേഷം വേണം അടുത്തതായിട്ട് നമുക്ക് പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. പ്രഥമൻ തയ്യാറാക്കുന്നതിന് വേണ്ടി സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഇനിയും ഒഴിച്ചു കൊടുക്കേണ്ടത് ഉണ്ട ശർക്കര കട്ട് ചെയ്ത് അത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്ത ഉണ്ട ശർക്കരയുടെ വെള്ളമാണ് ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 3 ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ ഒരു പഞ്ചസാരയും ആ ഉണ്ട ശർക്കരയുടെ വെള്ളവും രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പൊ അതെല്ലാം നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ മിക്സിയിൽ അരിച്ചെടുത്ത മാങ്ങ ജ്യൂസ് ഏകദേശം 1 കപ്പുണ്ട്. അത്രയും നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ആ ഒരു ഉണ്ടയുടെ ശർക്കരയുടെ വെള്ളവും അതുപോലെ തന്നെ മാങ്ങ ജ്യൂസും തമ്മിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നല്ലപോലെ മിക്സായി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി ചെറിയ രീതിയിൽ ഒന്ന് തിളച്ച് വരുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന തേങ്ങാപ്പാൽ 1-ാം പാലായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇനി അധിക സമയമൊന്നും നമുക്കിത് അടുപ്പയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് കസ്കസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കാല കസ്കസോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മാങ്ങാ പ്രഥമൻ തയ്യാറായി വരുന്നതായിരിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ കണ്ടില്ല നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് അധിക സമയം നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്, ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത് ഇവ കൂടെ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഒരു 75% മാത്രമേ ഇതിനകത്ത് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമുക്കൊരു ആവശ്യത്തിനായിട്ടൊന്ന് മാറ്റി വെക്കുക. ഫ്രൈ ചെയ്ത ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി തണുത്തതിന് ശേഷം വേണം നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കേണ്ടത്. ഇനി ഇതിപ്പോൾ കൂടുതൽ സമയം നമുക്ക് ഇത് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കേണ്ടത്. Don't push.